അങ്ങനെ സക്സസ്ഫുള്ളി യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വർഷം കൊണ്ടെങ്കിലും ക്യാമ്പസിന്റെ മുക്കും മൂലയും ഒന്ന് കണ്ടു തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പരിപാടി വരാൻ കാത്തിരിക്കുകയായിരുന്നു, ഒന്ന് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പരിപാടികളൊക്കെ തീർന്നിട്ട് ക്ലാസ് കയറാനുള്ള സമയം ഉണ്ടാവില്ല. പഠിക്കുന്ന സമയം അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഈ ഒരു ലഞ്ചും ക്യാമ്പസിലൂടെയുള്ള തേരാപ്പാര വായി നോക്കിയുള്ള നടപ്പും ക്ലാസ്സിലിരുന്നുള്ള കമന്റ് അടിയും ചിരിയും ബഹളവും ഒന്നും ഇനി ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോസ്റ്റൽ ലൈഫും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അഡ്ജസ്റ്റ് ആയി പോകില്ല എന്ന് വിചാരിച്ച ഒരു സ്പേസുമായിട്ടും ഒരു പരിചയമില്ലാത്ത കുറെ ആൾക്കാരുമായിട്ടും നമ്മൾ ഒന്നിച്ചൊരു കുടുംബമായിട്ട് അങ്ങ് ജീവിക്കുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിലെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു മൾബറി ചെടിയുണ്ട്. പിന്നെ എല്ലാ സീസണിലും പൂക്കുന്ന ഒരു വെള്ളം മൂസാണ്ട ചെടിയും ഇപ്പോഴും കാ പൊഴിക്കുന്ന ഒരു കാറ്റാടി മരവും കാവലിന് കുറെ പട്ടിക്കുട്ടന്മാരും ഉണ്ട്. ഹോസ്റ്റലിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻസ്. എന്റെ ക്ലാസ്സിൽ സെപ്റ്റംബറിൽ തന്നെ ബർത്ത്ഡേ ഉള്ള ഞങ്ങൾ 4 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷവും ഞങ്ങൾ ഒന്നിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. ഞങ്ങൾ ശരിക്കും ഇവിടെ പഠിക്കുകയല്ല, ഇവിടെ ജീവിക്കുകയാണെന്ന് തന്നെ പറയാം. ക്യാമ്പസിൽ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ബേബി ചേട്ടനെ അറിയായിരിക്കും. വൈകുന്നേരത്തെ സൊറപറച്ചിലിന്റെ ഒരു കേന്ദ്രമാണ് ഈ സ്ഥലം. പിന്നെ ഒരു വീക്കെൻഡേ കിട്ടി അപ്പം നമ്മളിവിടെ എസ്കേപ്പ് അടിക്കും കേട്ടോ. കൊച്ചിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാനാണ് സ്ഥിരം ടൂർ ഗൈഡ്. അത്യാവശ്യം നല്ല ഫുഡ് സ്പോട്ടുകളും പിന്നെ ഈ പൂക്കികൾക്കൊക്കെ വേണ്ട നല്ല പിൻട്രസ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ എനിക്കറിയാം. അപ്പൊ ഇവരൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണെന്നല്ലേ, ഏത് മൂഡ്. പക്ഷെ കോളേജിൽ വന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല കുറെ സിസ്റ്റർഹുഡ് ആയിട്ടുള്ള ഹോമീസിനെ കിട്ടിയെന്നേ ഞാൻ പറയുള്ളൂ. യൂണിവേഴ്സിറ്റിയിൽ വന്ന് ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ ഊടുവഴികളും കുറുക്കു വഴികളും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്. അതൊരു ടൈം സേവർ അലേർട്ടാണ്. ക്യാമ്പസിൽ ഇപ്പം IFFK നടക്കുകയാണ്. ഏറ്റവും നല്ല സെലക്ടഡ് ആയിട്ടുള്ള മൂവീസ് ഒക്കെയാണ് ഈ സമയത്ത് പ്രസന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രോഗ്രാംസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ സിനിമകളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നിട്ട് ആ ഒരു ക്രൗഡിൽ അത്രയും റിയാക്ഷൻസിൽ എൻജോയ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ്. ഇതാണ് ഇപ്രാവശ്യത്തെ ലോഗോ. ഇതിന് കുറെ അർത്ഥ തലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനിമേ മൂവീസ് ഇല്ലാതെ എന്ത് ഫിലിം ഫെസ്റ്റിവൽ അല്ലേ. ക്യാമ്പസിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലങ്ങളിലൊന്ന് ഇവിടുത്തെ ലൈബ്രറിയാണ്. പിന്നെ ഈവനിങ്ങിലെ മാന്നാനത്തെ സൺസെറ്റും. ഫിലിം ഫെസ്റ്റിവലിന്റെ ലാസ്റ്റ് ഒരു മ്യൂസിക് ബാൻഡ് പെർഫോം ചെയ്യാൻ വന്നായിരുന്നു. ദ പെർഫോമൻസ് വാസ് ടച്ച്ഡ്. അവശേഷിക്കുന്ന ഒരു വർഷത്തില് ഇനി എന്തുമാത്രം കഥകളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അല്ലേ. കഴിഞ്ഞിട്ടില്ല. ഫ്രഷേഴ്സ് ഡേയും ഹോസ്റ്റൽ ഡേയും കാർണിവലും ഒക്കെ വരാനുണ്ട്.